ഹായ് ഗെയ്സ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും ഹൃദ്യമായ സ്വാഗതം. പരമ്പരാഗത വിത്ത് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു. പതിനാല് ജില്ലകളിൽ നിന്നായി 50ഓളം സ്റ്റാളുകൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന വിത്തുത്സവം പരിപാടിയിൽ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടൻ വിത്തിനങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത വിത്ത് സംരക്ഷണവും അവയുടെ കൈമാറ്റവും കർഷകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും പരമ്പരാഗത വിത്തുകളുടെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുകയാണ് മേളയുടെ ലക്ഷ്യം. മേളയുടെ ഭാഗമായി കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യ സ്മാരക ഹാളിൽ നടന്ന ജൈവ കർഷക സംഗമം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയും. സമൂഹം നിലനിൽക്കുന്നതിൽ പ്രധാന ഘടകം കൃഷിയാണെന്നും ജൈവ കൃഷിയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത വിത്തിനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ വിത്തച്ഛൻ പത്മശ്രീ ചെറുവയൽ രാമൻ, പത്മശ്രീ സത്യനാരായണ ബലേരി എന്നിവർ അനുഭവം പങ്കുവെക്കുകയും കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. മുൻ DGPയും കർഷകനും കൂടിയായ ഫോറിൻസ് തരകൻ IPS മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ GV റെജി, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൗമസൂചിക പദവി കാർഷിക മേഖലയിലുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് സയന്റിസ്റ്റ് ഡോക്ടർ BR എൽസിയും പരിസ്ഥിതി സന്തുലിതത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ റോസ്മേരി ഫുഡ് ഫോറസ്റ്റ് എന്ന വിഷയത്തിൽ പ്ലാൻ ജിനോം സേവ്യർ അവാർഡ് ജേതാവ് ശ്രീ റെജി ജോസഫ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് CDS ഹാളിൽ സെമിനാറുകൾ നടന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൃഷി വകുപ്പ് ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു വിത്ത് സംഭരണ പരിപാടി, അതായത് അന്യം നിന്നു പോകുന്ന വിത്തുകളെ സ്വരുക്കൂട്ടി അതെല്ലാം തിരിച്ച് കർഷകരിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം. അത് വളരെ നന്നായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കണ്ടിട്ടുള്ള പല വിത്തുകളും ഇന്ന് നമ്മുടെ ഈ സ്റ്റാളുകളിൽ നിന്നാണ് കണ്ടത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, അതുപോലുള്ള കിൻഡൽ കാച്ചിലി, അതുപോലുള്ള ഒരുപാട് പുതിയ പഴയ ഐറ്റങ്ങൾ പുതിയതായിട്ട് വന്നത് കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ സ്റ്റാളുകളിൽ കണ്ടത്. എന്തായാലും ഇതൊക്കെ കർഷകർക്ക് വളരെ ഒരു പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ് കൃഷി വകുപ്പ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള പരിപാടികൾ 2-3 വർഷങ്ങൾ കൂടുമ്പോൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ അന്യം നിന്ന് പോകുന്ന വിത്തുകളൊക്കെ തിരിച്ചു വരികയും കർഷകർക്ക് അത് എല്ലാവർക്കും ഉപയോഗപ്രദമാവുകയും ചെയ്യും.
ഈ സ്റ്റാളുകളിൽ നിന്നും കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള വിത്തുകളും പരമ്പരാഗത വിത്തിനങ്ങളും അപൂർവങ്ങളായ വിത്തിനങ്ങളും ലഭ്യമാണ്. വാഴ വിത്തുകൾ, കപ്പക്കമ്പുകൾ, മറ്റ് എല്ലാ തരത്തിലുള്ള വിത്തുകളും ഇവിടുന്ന് ലഭ്യമാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതും. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുമ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.